ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂക്കസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് നമ്മുടെ വ്യാഴാഴ്ച ആയിട്ട് മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ മെയിൻ്റെനൻസ് ഗെയിം ഓർ നോക്കിയപ്പോൾ എന്താ ഒരു പാക്കും തേങ്ങയുടെ മൂടും ഒന്നും ഉമാരെ ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് ആ നേരത്തെ ഒരു പ്രാന്ത് പിടിച്ചു, കാരണം ലൈവിലായിരുന്നു ഇവന്മാർ ഒരുമാതിരി പരിപാടി അടിച്ചു വിചാരിച്ച്. പിന്നെ അവന്മാരെ സൈറ്റിൽ കൂടെ ഒക്കെ പുറത്ത് വിട്ടു. ഇന്ന് പ്ലെയർ ഓഫ് ദി ഡേ വരുന്നത്, നമുക്കിപ്പോൾ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡെയിലി പ്ലെയർ ഓഫ് ദി ഡേ പറഞ്ഞിട്ട് കാർഡ്സ് ഇറക്കണ്ടല്ലോ അവർ. സോ അതിനൊപ്പം തന്നെ ഇന്ന് 5:30 ഒരു ഷോർട്ട് ടൈം പാക്കും കൂടി അവർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് പറഞ്ഞായിരുന്നു. അപ്പോൾ ഫൈനലി നമ്മുടെ പാക്കും കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. സോ വേൾഡ് കപ്പിൻ്റെ വോളിയം 1, അതായത് ഗ്രൂപ്പ് സ്റ്റേജിലത്തെ ഫസ്റ്റ് റൗണ്ട് മത്സരങ്ങളിൽ നന്നായി കളിച്ച പ്ലേയേഴ്സിൻ്റെ ഒരു പാക്കാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. സോ നമുക്ക് എന്തായാലും നോക്കി നോക്കാം ആ പാക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് വേൾഡ് കപ്പിൻ്റെ ലൈസൻസും കാര്യങ്ങളൊന്നും ഇല്ല, നിങ്ങൾക്ക് അറിയാലോ. വേൾഡ് കപ്പിനായിക്കോട്ടെ ചാമ്പ്യൻസ് ലീഗ് ആയിക്കോട്ടെ ഒന്നിൻ്റെ ലൈസൻസ് ഇല്ല. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ കപ്പ് വോളിയം 1 പറഞ്ഞിട്ടാണ് ഈ പാക്ക് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. സോ അതിൽ നമ്മളുടെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം നമ്മുടെ മെസ്സി ഉണ്ട്. ബ്ലിറ്റ്സ് കേളർ പ്ലസ് ഫിനോൽ പാസ് പറഞ്ഞ സ്കില്ലായിട്ടാണ് മെസ്സി വന്നിരിക്കുന്നത്. സോ ഫസ്റ്റത്തെ തള്ളി തന്നെ അൾജീരിയക്കെതിരെ ഒരു കിടിലൻ ഒരു രക്ഷയില്ല. മെസ്സി മാജിക്കിൽ അർജൻറ്റീന ജയിച്ചു പറയാം. കാരണം അർജൻറ്റീനയുടെ ടോട്ടൽ പെർഫോമൻസ് നോക്കുമ്പോൾ കുറച്ച് മോശമായിരുന്നു. നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ അർജൻറ്റീന ഫാനാണ്, എനിക്ക് മനസ്സിലാവും. കളി കുറച്ച് മോശമായിരുന്നു, പക്ഷേ അവിടെ ചേഞ്ച് ഉണ്ടായിരുന്നത് മെസ്സി തന്നെയാണ്. മെസ്സിയുടെ ഒരു കിടിലൻ പെർഫോമൻസ്, ഹാട്രിക് അടിച്ചു, 2 ബോക്സിൻ്റെ പുറത്തുള്ള ഗോള്, പിന്നെ ഒരു റീബൗണ്ട് വന്ന് കിടിലൻ ഗോളഞ്ഞായിരുന്നു. അത് കാരണം മെസ്സി അവിടെ നിന്ന് പാസ് ഇട്ടായിട്ട് അവിടേക്ക് എത്തിയ രീതികൾ നോക്കിയാൽ മതി. അപ്പോൾ മെസ്സിയുടെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. അതുപോലത്തെ നമ്മുടെ രാജൻ മോൻ എംബാപ്പയുടെ ഒരു കാർഡ് വന്നിട്ടുണ്ട് കേട്ടോ. സോ എംബാപ്പയുടെ ലോ സ്ക്രീമർ പറഞ്ഞ സ്കില്ലായിട്ടാണ് കാർഡ് വന്നിരിക്കുന്നത്. എംബാപ്പ പറഞ്ഞ പോലെ തന്നെ ഒരു 70 മിനിറ്റ് വരെ ഗോസ്റ്റ് ആയിരുന്നു കളിയിൽ, ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ 70 മിനിറ്റ് വരെ ഇപ്പോൾ കളി മാറി, 2 ഗോളാണ് ഇട്ടത്. അത് ഒലീസയുടെ കളി നമ്മൾ എടുത്തു പറയണം. ഒലീസയുടെ കിടിലൻ ത്രൂ ബോളായിരുന്നു ഫസ്റ്റത്തെ ഗോളിക്കുള്ളത്. അതുപോലെ തന്നെ ഒരു ത്രൂവും കൂടി എടുത്തു പറഞ്ഞു, അത് ജസ്റ്റ് കാലുമ തട്ടാണ്ട് ഇങ്ങനെ പോയി ഗോളി പിടിച്ചത്. പിന്നെ രണ്ടാമത്തെ ഗോള് ഒരു ബാങ്കറായിരുന്നു, ഒരു രക്ഷയില്ല ലാസ്റ്റ് ടൈം ഇപ്പോൾ. അതുപോലെ തന്നെ നമ്മളുടെ ജർമ്മനിയുടെ ഫിലിക്സ് വന്നിട്ടുണ്ട്. ഫിലിക്സ് വന്നിരിക്കുക ലോങ് റീ ടാക്കിൾ പറഞ്ഞ സ്കില്ലായിട്ടാട്ടോ. അപ്പോൾ ഫിലിക്സ് കുർസാവോടൊപ്പം ആയിരുന്നു ജർമ്മനിക്ക് കളിയുണ്ടായിരുന്നു. കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് കഴിച്ചു വെച്ചു പറയാം ഫിലിക്സ്. കുർസാവോ ഫസ്റ്റ് ഹാഫ് തന്നെ നെറ്റിച്ചു കേട്ടോ. പിന്നെ ഗൈസ്, നമ്മൾ ഫുട്ബോൾ ടോക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫുട്ബോൾ ചാനൽ ഒന്ന് ഓണാക്കിയിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്കും എല്ലാം അടിയിൽ പിൻ ചെയ്യാം. ഓക്കെ, ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടോ. ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നവർ കേട്ടോ, നമ്മുടെ ഫുട്ബോൾ കോൺ ഇഷ്ടമുള്ളവർ എന്തായാലും ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. ഓക്കെ, സോ എന്തായാലും ഇങ്ങനെയാണ് നമ്മുടെ പാക്ക് വന്നിരിക്കുന്നത്, ഇൻ്റർനാഷണൽ കപ്പ് വോളിയം 1 പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ മറ്റേ പ്ലെയർ ഓഫ് ദി ഡേ വന്ന പിള്ളേരും ഉണ്ട് കേട്ടോ ഇതിൽ. നമ്മുടെ ബെല്ലിംഗാം ആവട്ടെ, ഹാലൻഡ്, ഹാരി കെയ്ൻ, ഒലീസെ. സോ ഇങ്ങനെ പ്ലെയർ ഓഫ് ദി ഡേ വന്ന പ്ലേയേഴ്സും അവൈലബിൾ ആണ് ഇതിൽ. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കുറച്ച് പ്ലേയേഴ്സിനെ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതിൽ നമ്മുടെ മെയിൻ ടാർഗറ്റ് നമ്മുടെ മെസ്സി ആണ് കേട്ടോ ഗൈസ്. കാരണം ഇത് നമ്മുടെ സബ്സ്ക്രൈബർ റബ്ബി ബ്രോയുടെ അക്കൗണ്ടാണ്. സോ മൂപ്പര് 8K കോയിൻ ഇപ്പോൾ സേവ് ചെയ്താണ് ഇത് കാണുന്നത്. ആൾക്ക് റൊണാൾഡോയുടെ ഒരു കിട്ടിലും കാർഡ് വരുമ്പോൾ എടുക്കണം എന്നായിരുന്നു. ആൾ മറ്റേ പാക്ക് വന്നപ്പോൾ അതെന്തായാലും എടുത്തിട്ടുണ്ട്, 2000 കോയിൻ കൊടുത്തിട്ട്. സോ ബാക്കി ഇപ്പോൾ ഒരു 8000 കോയിൻ ഉണ്ട്. അപ്പോൾ ആൾ പറഞ്ഞു മെസ്സിയുടെ ഈ കാർഡ് ആൾക്ക് ഇഷ്ടപ്പെട്ടു, സ്പിന്നിയാ പറഞ്ഞു. അപ്പോൾ കിട്ടുമെന്നാണ് പ്രതീക്ഷ. രാജൻമോ ഉണ്ട്, മെസ്സി ഉണ്ട്, പിന്നെ ഫിലിക്സ്. ഇതിലെ മെസ്സി തന്നെ മെയിൻ ടാർഗറ്റ്, പിന്നെ രാജമോനെ കിട്ടിയാൽ മതി. ഇപ്പോൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുള്ളൂ. എന്തായാലും നമുക്ക് നോക്കിയൊക്കെ കിട്ടുമല്ലേന്ന്. കിട്ടിയാൽ മതിയായിരുന്നു ദൈവമേ, ഞാനത് ഇങ്ങനെയൊക്കെ പറയില്ല. സോ മെസ്സി ചെങ്ങായുടെ കളി ഏതറാ ശോ. നമ്മൾ പിന്നെ പണ്ട് പോലെ കാണുകൊണ്ട് നമുക്ക് വലിയൊരു ഇതില്ല. ഓക്കെ, അത് വേറെ കാര്യം. അന്നത്തെ മെസ്സി കളി കണ്ടവർക്ക് ഇതൊരൊന്നല്ല, എന്നല്ല ഞാൻ പറയാണ്. എക്സൈറ്റ്മെൻറ്റ്. ഓക്കെ, എംബാപ്പേ മതി, 2 പേരെ ഒട്ടാൽ മതി. സോ ഫസ്റ്റ് ടൈം തന്നെ ഒരു ബ്ലാക്കൊക്കെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് സൗകര്യമായി. പക്ഷേ ബ്ലാക്കിൽ മെസ്സി വേണം, അത്രയേ ഉള്ളൂ. സോ ഫസ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓ CF ആടാ, ഹാലൻഡ് പോകുന്നുണ്ട്. അതെ ഹാലൻഡാണ് ഗൈസ്. ഓക്കെ, ഫസ്റ്റ് ട്രൈന് അപ്പോൾ നമുക്ക് പ്ലെയർ ഓഫ് ദി ഡേയിൽ വന്ന ഹാലൻഡിനാണ് കിട്ടിയിരിക്കുന്നത്. ഹാലൻഡേ കുഞ്ഞാപ്പൂനോട് തോറ്റു ഞാൻ. എന്താ 4 ഹൈലൈറ്റ് കാർഡോ? ചാമ്പോ പൊന്നാര മാനെ, ചാമ്പല്ലേ. 4 ഹൈലൈറ്റ് കാർഡ് അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട് ഗൈസ്. എൻ്റെ പൊന്നളിയാ, പേടിയാവണ്. മൂക്കടങ്ങൾ കുഴപ്പമില്ല, കുറച്ച് കൂടുതലുള്ളതിനെ കിട്ടിയേക്കില്ല, അതുകൊണ്ട് തന്നെ വലിയ വിഷമമില്ല. സോ നെക്സ്റ്റ് പിന്നെ എന്തായാലും നമുക്ക് മെസ്സിനെ വിട്ട് ജസ്റ്റ് ഡീറ്റെയിൽസൊക്കെ നോക്കട്ടെ, ഫുള്ളൊന്ന് സ്ക്രോൾ ചെയ്തിട്ടേ. ഓക്കെ, നമുക്ക് ഒരു 3 വട്ടം നോക്കാം. 1 2 3. സോ മെസ്സിനെ പിടയ്ക്കാൻ പോവാണ്. ഓക്കെ, അല്ല മെസ്സിനെ എടുക്കാൻ പോവാണ്. ലെറ്റ്സ് ഗോ, നെക്സ്റ്റ് ട്രൈ, കമോൺ ബ്രിസ്കൽ പ്ലസ്. ഓക്കെ, എടാ ഫിലിക്സിനെ വേണ്ടാത്തോനെടുത്ത് തരില്ല എൻ്റെ പൊന്ന.
മാരെന്തോന്നിത് വേണ്ടാത്ത ഷോർട്ട് ടൈമിൽ എടുത്ത് ഫിലിക്സ് ഇവനെ വേണ്ട നോക്കടാ മഹാപാവ. അതിൻ്റെ ഒപ്പം സ്പെഷ്യൽ കാർഡ് തന്നിട്ടുണ്ട് റഷ്യൻ. ചേടാ 2 ഫിലിക്സോ? എടാ നിങ്ങൾക്ക് എന്താ പ്രാന്തുണ്ടോ? ഒരുത്തനുണ്ട് ഇതിൽ, അതിൻ്റെ ഒപ്പം വേറെ കൊളാക്കിയടവന്മാരി പാക്ക്. ഒന്ന് നോക്ക്. പ്ലെയർ ഓഫ് ദി ഓൾറെഡി നമ്മുടെ ഫിലിക്സ് ഉണ്ട്, ഫിലിക്സ് നെമീച്ച കൊണ്ട് പ്ലെയർ ഉണ്ട്. അതിൻ്റെ ഒപ്പം ഒരു ഷോർട്ട് ടൈം കൂടി ആഡ് ചെയ്ത് 2 ഫിലിക്സിന് ഞാനെന്താ അവിടെ വേറെ വല്ല പണിക്ക് നിൽക്കണം. എന്ത് കഷ്ടത് ചേട്ടാ. 6000 മുന്നിട്ട് നീടെ ഇത് പേടിയാവണം എനിക്ക്. നോക്കട ഈ മെസ്സിനെ വന്നെങ്കിലോ. മെസ്സി വായോ. കൊണാമി എനിക്ക് മെസ്സിനല്ല കേട്ടോ ആവശ്യം, ഈ മെസ്സിനെ തരണ്ട, ഈ വേറെ ആരെയും തന്ന. അങ്ങനെ പറഞ്ഞാൽ ഈ ചെച്ചകൾ തരും വിചാരിക്കണു. റബി ബ്രോയുടെ അക്കൗണ്ടാണ്, അതാണ് പേടിക്ക്. CF ആണ് ഗൈസ്. മാറ് വീണ്ടും ഫീച്ചേർഡാടാ ഹാരി കെയ്ൻ. എന്ത് ശല്യാടത്. സ്പെഷ്യൽ കാർഡ് എടുത്തരാണ്ട് നല്ല കാർഡ്സിനെ താടങ്ങള്. ഇതെന്തോടാ, ഇതെന്താ സ്പെഷ്യൽ കാർഡ് പെറ്റി കിടക്കണോ ഇതില്? എടുത്ത് എല്ലാ സ്പെഷ്യൽ കാർഡും കിട്ടി പോകുന്നുണ്ടല്ലോ ഇപ്പോ. 100 പ്ലേയേഴ്സ് ഉള്ളൂ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഞാൻ 150 ചേരുന്നായിരുന്നു, വെറുതെ അല്ലാലും ഇങ്ങനെ കിട്ടണേ. മെസ്സിനെ കിട്ടിയില്ലെങ്കിലോ ആത്മഹത്യ അല്ലാണ്ട് വേറെ വഴിയില്ല മുത്തേ. സാധനം തന്നോ കൊണാമി, അല്ലെങ്കിൽ ഞാൻ ചാമ്പൊന്നും ഇങ്ങനെ പിടിച്ചിട്ട്. ആഡ് ചെയ്തോ, കുഴപ്പമില്ല. 5 ലക്ഷം അത് കുഴപ്പമില്ല കാര്യമില്ല. ഓക്കെ കൂണോ. രക്ഷപ്പെട്ടു. മെസ്സിനപ്പം നമുക്ക് ഏകദേശം കിട്ടിയെന്ന് ഉറപ്പായിട്ട്. ഷോർട്ട് ടൈം കാർഡാണ്. അത് മെസ്സി സമാധാനം മുത്തേ. മെസ്സിനെ കിട്ടി. അപ്പം മെസ്സിനെ കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് കിട്ടിയാലും ഭാഗ്യം. 100 പ്ലേയേഴ്സ് ഉള്ളൂ, അതൊരു സമാധാനം. ഞാൻ വിചാരിച്ച് 150 പ്ലേയേഴ്സിൻ്റെ വെക്കാം, അത് നോക്കിയില്ല അത്. സോ മെസ്സിനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഫൈനലി ദി ഗോഡ് ഈസ് ഹിയർ മെസ്സി. ഞാൻ വെച്ച എന്താണ് ഇത്രയ്ക്ക് ഷോർട്ട് ടൈം ഹൈലൈറ്റ് കാർഡ് കിട്ടുന്നത്. സോ ഫൈനലി അവിടെ മെസ്സി ഇൻ ദി ഹൗസ്. സമാധാനം. ഞാൻ വെച്ചാൽ ചാമ്പ് 4000 പോയി ബാക്കി വെച്ചിട്ട് കിട്ടി. എന്തായാലും ബാക്കിൽ നിന്ന് വൈപ്പ് ചെയ്യാറുന്നില്ല പറഞ്ഞ പോലെ തന്നെ. നോക്കി ഞാൻ പേടിച്ചു വന്നിട്ടോ. സോ ഇതിൽ മിക്കവള് അധികം മറ്റ പ്ലേസില്ല. അപ്പോൾ മെസ്സിനൊക്കെ പെട്ടെന്ന് കിട്ടാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് സ്പിൻ ചെയ്തോന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ എംബാപ്പയിൽ കിടക്കേണ്ടത്, മൂപ്പർക്ക് മെസ്സിനെ മതി. ഓക്കെ അപ്പോൾ നമുക്കതിൻ്റെ ആവശ്യമുള്ളൂ. സോ നമുക്ക് എന്തായാലും ട്രെയിൻ ചെയ്യിക്കാം. ആളുടെ F2B പ്ലെയർ, അധികം പ്ലേയേഴ്സും കാര്യങ്ങളൊന്നുമില്ല. അവിടെ ഉണ്ടാവുന്ന കിട്ടിയിട്ട് മെസ്സിനും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മെസ്സിയുടെ കാർഡ് ഓക്കെ, ഇതാ മെസ്സിയുടെ കാർഡ് എടുക്കണു. മെസ്സിയുടെ കാർഡ് ഇപ്പോൾ തൽക്കാലം വെയിലോരടവിടെ എന്നിട്ട് നമുക്ക് അവിടെ ഇട്ടാലും ഒരേപോലെയാണ്, എല്ലായിടത്തും കളിക്കണോണ്ടേ. പിന്നെ നമുക്ക് DMF ആയിട്ട് മറ്റവനെ ഫിലിക്സിനെ ഇതിൻ്റെ ഉണ്ടാവുന്ന വായിൽ തൊള്ളയിൽ വരുന്നത് ഉണ്ടാവും. മറ്റ പ്ലെയർ ഉണ്ടല്ലോ സെൻറ്റർ ഫോർവേഡ്, എവിടെ അവനോടെ DMF. ഓക്കെ അവിടെ ഉണ്ട് DMF. ഇപ്പോൾ തൽക്കാലം എൻ്റെ ഒരിടാം. സോ ലെവൽ ട്രെയിൻ ചെയ്യാം. ഓക്കെ ബൂസ്റ്റർ ഉണ്ടായാൽ മതിയായിരുന്നു. പക്ഷേ 105 ആവുള്ളൂ. അതെന്താ 102 105 ആവണുള്ളൂ. കിട്ടുമ്പോൾ 102 അല്ലേ? അത് ഭയങ്കര മോശമായിട്ടോ. ബൂസ്റ്റർ ക്രാഫ്റ്റിങ്ങിൻ്റെ ആവശ്യമില്ല അല്ലേ? അതെന്താ 99 ഫിനിഷിങ് ഉണ്ട്, കേള് 99 ഉണ്ട്. ബ്ലിറ്റ്സ് തകർക്കാം. സ്പീഡ് ആക്സലേഷനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം നല്ല കാടഞ്ഞാണ്, മോശം പറയില്ല. ഇതിൽ ഡ്രിബിളിങ് കുറച്ച് കുറവാണ്. അതെന്താ വെച്ചാൽ ആ കളിയത്തെ പെർഫോമൻസിനെ തോന്നുന്നുണ്ട്. കൊണാമി വേൾഡ് കപ്പ് എങ്കിലും കാണാണ്ടിരിക്കില്ലല്ലോ. ഓക്കെ അപ്പോൾ കുഴപ്പമില്ല. സ്റ്റാറ്റ്സ് ആ ഫിനിഷിങ്ങും കേടുണ്ട്, ഡ്രിബിളിങ് കുറച്ച് കുറവാട്ടോ ഇതിൽ കമ്പാരിറ്റീവ്ലി. മുമ്പുള്ള കാർഡ്സൊക്കെ ഡ്രിബിളിങ് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതൊരു പക്ക ഡീപ്പ് ലൈൻ ഫോർവേഡായിട്ട് കൊണ്ടുവന്നിരിക്കുന്നുണ്ട്. ഇപ്പോൾ AMF ഇട്ട് കളിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യിക്കുള്ളൂ. ഇനി നമുക്ക് നെമീച്ചിനെ നോക്കുകയാണെങ്കിൽ ഹേഗർമാൻ കാർഡാണ്, നല്ല കാർഡാവുമോ? കുഴപ്പമില്ലാത്ത ഡിഫൻസീവ് സ്റ്റാറ്റ്സ് ഉണ്ട്. അത്രയ്ക്ക് അടിപൊളി എന്ന് പറയാൻ പറ്റില്ല. അടിപൊളി വെച്ചാൽ നമ്മൾ കമ്പയർ വിയറായിട്ടാണല്ലോ, എനിക്കറിയാലോ. അപ്പോൾ അത്യാവശ്യം നിലക്കേടില്ല, അത്യാവശ്യം പാസിംഗ് ഉണ്ട്. ലോ പാസ് 91, ലോഫ്റ്റഡ് 84, പിന്നെ സ്പീഡ് ആക്സലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, നല്ല സ്പീഡുള്ള ഒരു ആങ്കർമാനാണ് കേട്ടോ ഇത്. സ്റ്റാമിന 90 ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ല ഗൈസ്, അത്യാവശ്യം കുഴപ്പമില്ല. ലോങ് റീ ടാക്കിലാണ് മൂപ്പരെ സ്കില്ല് വന്നിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും 2 കാർഡും എടുത്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മുടെ
റബി ബ്രോയ്ക്ക് ഒരു താങ്ക്സ് പറയണം. റബി ബ്രോ നമുക്ക് ഇന്ന് അക്കൗണ്ട് വന്നിക്കണം കേട്ടോ. അപ്പോൾ താങ്ക് യു ബ്രോ, താങ്ക് യു ഫോർ ദി അക്കൗണ്ട്. എടുത്ത് തന്നിട്ട് ഭാഗ്യം. ഇത് ആലോചിച്ചൊക്കെ 800 കോയിൻ ഉണ്ടായിരുന്നു. ലാസ്റ്റത്തെ 13 വയസ്സിലെങ്ങാനും പെട്ട് കഴിഞ്ഞാൽ പണി വാളിയില്ലേ മെസ്സിനെ കിട്ടിയില്ലെങ്കിൽ. പക്ഷെ എന്തായാലും ഫൈനലി കിട്ടിയിട്ടുണ്ട്. നമ്മൾ നെമിച്ചേനെ മെസ്സിനെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ മെയിനായിട്ട് പറയുന്നത് നമ്മുടെ വേൾഡ് കപ്പ് ടോക്സ് ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, സെക്കൻഡ് ചാനൽ. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ അടിയിൽ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റേഴ്സ് നോക്കിയാൽ മതി. സോ അതിൽ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ, അതായത് നമ്മുടെ ഫുട്ബോൾ കോണ വ്യാഴാഴ്ച കുറേ പേര് കാണാറുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് കുണച്ചിട്ടിരിക്കാൻ കുറച്ച്, അതുപോലെ തന്നെ ലൈവൊക്കെ ചെയ്യാൻ നോക്കാൻ ഞാൻ. ഓക്കെ, അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ താല്പര്യം സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്തൊക്കെയാണ്, വിഷ് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്ബിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.